ഹായ് ഫ്രണ്ട്സ്, ജാനി നേനു വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 3 കിലോമീറ്റർ മാത്രം ദൂരമുള്ള അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യാനോസ് റോമൻ കത്തോലിക് പള്ളിയിലെ ചെങ്ങാട പെരുന്നാളിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അഴീക്കൽ ദേശത്തിൻ്റെ നടുവിൽ അറബിക്കടലിനും ടി.എസ് കനാലിനും ഇടയിൽ ഈ ദേശത്തെ നാനാജാതി മതസ്ഥരുടെയും പ്രാർത്ഥനാലയമായി നിലനിൽക്കുകയാണ് വിശുദ്ധ സെബാസ്റ്റ്യാനോസ് സഹദായുടെ സ്വർഗീയ മധ്യസ്ഥതയിലുള്ള ഈ പുണ്യസന്നിധി. ഈ പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്ന ലൈറ്റ് സെറ്റിങ്ങും അറേഞ്ച്മെൻറ്റും ഒക്കെ വളരെ ഗംഭീരമായിരുന്നു. കൊല്ലം രൂപതയിലെ അതിപുരാതനമായ ഒരു ദേവാലയമാണ് ഈ അഴീക്കൽ പള്ളി. നിലവിൽ നാം കാണുന്ന ഈ ദേവാലയം നിർമ്മാണത്തിൽ 5ാമത്തെയാണ്. പൂർണ്ണമായും കരിങ്കല്ലിൽ തീർത്ത കൊടിമരം നമുക്കിവിടെ കാണാൻ സാധിക്കും. പോർച്ചുഗീസ് ശില്പ മാതൃകയിലാണ് ഈ ദേവാലയ മുഖപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന ബലിവേദിയിലെ ട്രിനിറ്റി കുരിശും അതിൻ്റെ താഴെയുള്ള വാഗ്ദാന പേടകവും ഈ പള്ളിയുടെ ഒരു പ്രത്യേകതയാണ്. പിതാവ് താങ്ങി നിൽക്കുന്ന കുരിശിൽ പുത്രൻ തൂങ്ങിക്കിടക്കുന്നു. ആ കാല് വന്ന് അവസാനിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചിത്രീകരണവുമുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഉൾക്കൊള്ളുന്ന ട്രിനിറ്റേറിയൻ ക്രോസ് ഈ ദേവാലയത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്. കുരിശിൻ്റെ താഴെയുള്ള വാഗ്ദാന പേടകം ഏകദേശം ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, വിളക്കുകൾക്ക് പകരം ഉപയോഗിക്കുന്നത് ജൂത പാരമ്പര്യത്തിലുള്ള 2 മെനോറയാണ്. ഈ മെനോറയിൽ തിരി കത്തിച്ചുകൊണ്ടാണ് ദിവ്യബലിക്കായി ഉപയോഗിക്കുന്നത്. യുവാവായ യേശു തൻ്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന തിരുസ്വരൂപം മറ്റൊരു പ്രത്യേകതയാണ്. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ തിരുസ്വരൂപം നമുക്ക് നൽകുന്നുണ്ട്. ഈ ദേവാലയത്തിലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ആകർഷണമാണ് മാളികമുറി അഥവാ സെനക്കിൾ. അന്ത്യത്താഴം ഒക്കെ നടന്ന സെനക്കിളിൻ്റെ ഓർമ്മയ്ക്കായി സെനക്കിൾ എന്ന പേരിൽ തന്നെയുള്ള ഒരു മരിയൻ ഗാലറി ഉണ്ട് ഇവിടെ. കൊല്ലം രൂപതയിൽ തന്നെ ഏറ്റവും വ്യത്യസ്തമായിട്ടുള്ള അവതരണമാണ് ഈ പള്ളിയിലുള്ളത്. ഇവിടെ വരുന്ന മരിയ ഭക്തരായിട്ടുള്ള ആളുകൾക്ക് പ്രാർത്ഥിക്കുവാനും കൂടുതൽ കാര്യങ്ങൾ അറിയാനും സഹായിക്കുന്ന ഒരു ഗാലറിയാണ് സെനക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മരിയൻ ഗാലറി. പരിശുദ്ധ അമ്മയുടെ പ്രധാനപ്പെട്ട പ്രത്യക്ഷപ്പെടലുകളും സന്ദേശം നൽകിയ വിശുദ്ധരുടെ ചിത്രങ്ങളും കാണാൻ സാധിക്കും ഈ മരിയൻ ഗാലറിയിൽ. മധ്യഭാഗത്തായിട്ട് പോർച്ചുഗലിൽ ഫാത്തിമ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തു നിന്ന് കൊണ്ടുവന്ന ഫാത്തിമയിലെ മാതാവിൻ്റെ തിരുസ്വരൂപമുണ്ട്. പരിശുദ്ധ അമ്മ അമലോത്ഭവയാണ്, നിത്യകന്യകയാണ്, ദൈവമാതാവാണ്, സ്വർഗാരോപിതയാണ് എന്ന് പറയപ്പെടുന്ന 4 വിശ്വാസ സത്യങ്ങളെ അവതരിപ്പിക്കുന്ന 4 തിരുസ്വരൂപങ്ങളുണ്ട് ഈ മരിയൻ ഗാലറിയിൽ. ഗർഭിണിയായ മാതാവിൻ്റെ തിരുസ്വരൂപവും ഉണ്ണിമരിയയുടെ തിരുസ്വരൂപവും ആണ് ഈ പള്ളിയിൽ നിന്ന് വീടുകളിലേക്ക് കൊടുത്തുവിടുന്ന 2 തിരുസ്വരൂപങ്ങൾ. ഉണ്ണിമരിയയുടെ രൂപം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്കായി നിശ്ചിത സമയത്തേക്ക് വീടുകളിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അഴീക്കൽ സെൻറ്റ് സെബാസ്റ്റ്യാനോസ് പള്ളി പോർച്ചുഗീസ് ഭരണകാലത്ത് സ്ഥാപിതമായതാണ്. എല്ലാ വർഷവും ജനുവരി 19 തിരുനാൾ ആഘോഷിക്കുന്നത്. കടലും കായലും സംഗമിക്കുന്ന ഇപ്പോഴത്തെ അഴിമുഖം അവിടെ നിന്നാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഓളപ്പരപ്പിലെ ഈ വിസ്മയത്തെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ഏറ്റുവാങ്ങുന്നു. കെട്ടിയൊരുക്കിയ വള്ളങ്ങളിൽ പള്ളികളുടെ രൂപകൽപ്പനയും ഉണ്ണിയേശുവും കന്യാമറിയവും കുരിശിലേറ്റപ്പെടുന്ന തിരുരൂപവും പ്രകാശഗോപുരങ്ങളായി
ആയിരം തെങ്ങിലേക്ക് യാത്ര തിരിക്കും. ശ്രീനാരായണ ഗുരുവിൻ്റെ ആയിരം തെങ്ങ് സ്മാരകത്തിൽ വെടിക്കെട്ടും ചെണ്ടമേളത്തോടുകൂടി ചെങ്ങാട ഘോഷയാത്രയെ സ്വീകരിക്കും. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം അഴീക്കൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം ചെങ്ങാടങ്ങൾ തിരിച്ച് പള്ളിയുടെ മുമ്പിൽ എത്തിച്ചേരും. അപ്പോഴേക്കും കലാപരിപാടികൾ ആരംഭിക്കും. ഘോഷയാത്രയും കലാപരിപാടികളും സ്നേഹവിരുന്നും ഒക്കെ കഴിയുമ്പോഴേക്കും വെളുപ്പിന് 4 മണിയൊക്കെ ആകും. മറ്റൊരു പള്ളികളിലും ഇല്ലാത്ത, അല്ലെങ്കിൽ അധികം ആരും കേട്ടിട്ടില്ലാത്ത ഈ ചെങ്ങാട ഘോഷയാത്ര കാണാനായിട്ട് ഒരുപാട് ആളുകൾ, നാനാജാതി മതസ്ഥരും എത്തിച്ചേരാറുണ്ട്. $125 വർഷത്തോളം പഴക്കമുള്ള ഒരു LP സ്കൂളുണ്ട് ഈ പള്ളിയോട് ചേർന്ന് തന്നെ. കുഞ്ഞുമക്കളൊക്കെ ആ സ്കൂളിലെ പ്ലേ ഗ്രൗണ്ടിലുള്ള സ്ലൈഡിലും ഊഞ്ഞാലിലും ഒക്കെ ഭയങ്കര കളിയായിരുന്നു. എല്ലാവരും ഒരുപാട് സന്തോഷിച്ച ഒരു ഉത്സവമായിരുന്നു ഈ പെരുന്നാൾ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.